എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള യുദ്ധത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി ട്രൂത്ത് സോഷ്യൽ എന്ന ചാനലിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ മറുവശത്ത് കരസേനയെ ഇറക്കാനുള്ള സാധ്യത അമേരിക്ക പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാനിലെ തീവ്രവാദ ഭരണകൂടത്തിനെതിരായ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പ്രധാന സൈനിക പ്രവർത്തനങ്ങൾക്ക് ക്രമേണ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. കാരണം ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അടുത്തെത്തി കഴിഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഹോർമസ് കടലിടുക്ക് നിരീക്ഷിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ വഹിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ ഹോർമസ് കടലിടുക്ക് ശ്രമങ്ങളിൽ ഞങ്ങൾ സഹായിക്കും. എന്നാൽ ഇറാനിയൻ ഭീഷണി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇത് ആവശ്യമായി വരരുതെന്നും ട്രംപ് വ്യക്തമാക്കി. സ്കോട്ട്ലൻഡിലെ ഫ്ലാസ്ലൻഡ് നേവൽ ബേസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ഒരു ഇറാനിയൻ പൗരനും ഒരു സ്ത്രീയും അറസ്റ്റിലായി. വ്യാഴാഴ്ച വൈകിട്ട് 34-കാരനായ ഇറാനിയൻ പുരുഷനും 31-കാരിയായ സ്ത്രീയും പോലീസ് പിടിയിലായതായി സ്കോട്ട്ലൻഡ് പോലീസ് അറിയിച്ചു. സ്ത്രീയുടെ ദേശീയത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇവർ ഇറാനിക്കാരിയല്ലെന്ന സൂചനയുണ്ട്. സ്കോട്ട്ലൻഡിലെ ഹെലൻസ്ബർഗിൽ നിന്ന് സമീപമുള്ള ഫ്ലാസ്ലൈൻ നേവൽ ബേസിലേക്ക് പ്രവേശിക്കാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇവരെ പിടികൂടുകയായിരുന്നുവെന്നും റോയൽ നേവി വ്യക്തമാക്കി. ബേസിലേക്ക് ബലം പ്രയോഗിച്ചു കടക്കാൻ ശ്രമമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്ലാസ്ഗോ നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള ഗാർലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലാസ്ലൈൻ പ്ലേസ് ബ്രിട്ടന്റെ ആണവായുധ സബ്മറീനുകളുടെ കേന്ദ്രമാണ്. ഇവിടെ വാൻഗാർഡ് ക്ലാസ് സബ്മറൈൻസ് ഉൾപ്പെടെയുള്ള ട്രെഡന്റ് മിസൈലുകൾ വഹിക്കുന്ന സബ്മറീനുകളുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഈദ് ആഘോഷമായി മാറി ബക്കിംഗ്ഹാം പാർക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരത്തിനായി ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ഒത്തുകൂടിയത്. മിഡ്ലാൻഡ്സ് മേഖലയിൽ നിന്നുള്ള മുസ്ലിം മതവിശ്വാസികൾ ഒരുമിച്ച നമസ്കാരത്തിനായി എത്തിയതോടെ പാർക്കിനോട് ചേർന്ന റോഡുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒരു മാസം നീണ്ടുനിന്ന റംദാൻ നോമ്പിന് സമാപനം കുറിക്കുന്നതിനോടൊപ്പം ഐക്യത്തിന്റെയും ആഘോഷത്തിന്റെയും പ്രതീകമായാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ ഈദ് അൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആദ്യമായാണ് ഈ ആഘോഷം പുറത്തുവെച്ച് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. 2023-ലും 2024-ലും മഴ കാരണം ആഘോഷങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. ഗ്രീൻ ലൈൻ മസ്ജിദ് ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കോട്ട്ലൻഡ് ഹോളിറൂഡ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി സ്റ്റുവർട്ട് നീവിനെ റിഫോം UK സസ്പെൻഡ് ചെയ്തു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു ദിവസത്തിനുള്ളിലാണ് സസ്പെൻഷൻ. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി. സ്റ്റുവർട്ട് നെവിനെ കമ്പനി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയിരുന്നുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് സർക്കാർ പിന്തുണയോടെ ലഭിച്ച വായ്പയിൽ നിന്ന് ആയിരക്കണക്കിന് പൗണ്ട് സ്വന്തം അക്കൌണ്ടിലേക്ക് തിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇതിനെ തുടർന്ന് 7 വർഷത്തേക്ക് കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് വിലക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഗ്ലാസ്ഗോ ആസ്ഥാനമായ ബ്രിട്ടാനിയ മാരിടൈം സെക്യൂരിറ്റി എന്ന കമ്പനിയിലെ ഡയറക്ടറായിരുന്നു നിവൻ. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ആരോപണങ്ങളെ ഗൌരവത്തോടെ കാണുന്നതായും പാർട്ടി വക്താവ് അറിയിച്ചു. UKയിലെ കൌണ്ടി കൌൺസിൽ തിരഞ്ഞെടുപ്പിൽ ഒരു മലയാളി സാന്നിധ്യം. സഫോക് കൌണ്ടി കൌൺസിൽ തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കാഞ്ഞങ്ങാട് സ്വദേശിനിയായ ജയ ജോർജിയാണ്. ഇത് സംബന്ധിച്ച അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് ലേബർ പാർട്ടി പുറത്തുവിട്ടത്. സഫോക് കൌണ്ടി കൌൺസിലിൽ മത്സരിക്കുന്ന ആദ്യ ഏഷ്യൻ വനിത എന്ന ചരിത്രവും ഇതോടെ ജയ കുറിക്കുകയാണ്. ഇപ്സ്വിച്ചിൽ താമസമാക്കിയ ജയ തുടക്കം മുതൽ തന്നെ ലേബർ പാർട്ടിയുടെ സജീവ പ്രവർത്തക കൂടിയായിരുന്നു. പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, വിമൻ ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ജയ ഇത്തവണ ലേബർ പാർട്ടി ദേശീയ സമ്മേളന പ്രതിനിധി കൂടിയായിരുന്നു. നിയമബിരുദത്തിന് പുറമെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും ജയക്കുണ്ട്. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുള്ള ജയ നിരവധി സംഘടനകളിലും സജീവമാണ്. സഫോക് ക്യാൻസർ സപ്പോർട്ട് അംബാസിഡർ, ഇപ്സ്വിച്ച് മലയാളി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി, ഇപ്സ്വിച്ച് കമ്മ്യൂണിറ്റി മീഡിയ വോളണ്ടിയർ, ഫ്യൂച്ചർ ഫീമെയിൽ സൊസൈറ്റി എന്ന വനിതാ കൂട്ടായ്മയുടെ സംഘാടക തുടങ്ങിയ പദവികളാണ് ജയ വഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേംബ്രിഡ്ജിൽ മികച്ച നേഴ്സിനുള്ള പുരസ്കാരം നേടിയ ജോർജി എബ്രഹാമിന്റെ ഭാര്യയാണ് ജയ.
കാഞ്ഞങ്ങാട്ടെ അഭിഭാഷകനായിരുന്ന ജോസിന്റെയും കോളേജ് പ്രൊഫസറായിരുന്ന മേരിക്കുട്ടിയുടെയും മകളാണ്. സ്റ്റുഡന്റ് വിസയിൽ യുകെയിലെത്തിയ യുവാവ് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം തേടുന്നു. കൊല്ലം സ്വദേശിയായ 26-കാരനായ റാങ്കിൻ മാത്യു ഉയർന്ന പഠന സ്വപ്നങ്ങളുമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ MSc പ്രൊജക്ട് മാനേജ്മെന്റ് പഠനത്തിനായി യുകെയിലെത്തുന്നത്. എന്നാൽ മാസങ്ങൾക്കകം ഉണ്ടായ അപകടം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ഒരു വെയർഹൌസിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനിടെയുണ്ടായ ഗുരുതരമായ അപകടത്തിൽ റാങ്കിന് നട്ടെല്ലിനും കാലിനും ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. ഇതോടെ അദ്ദേഹം കിടപ്പിലായി. ദീർഘകാല ആശുപത്രിവാസം മൂലം പഠനവും മുടങ്ങുകയായിരുന്നു. നാട്ടിൽ നിന്നുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ വീടും സ്ഥലവും പണയപ്പെടുത്തി ഏകദേശം 15 ലക്ഷം രൂപ വായ്പ എടുത്താണ് റാങ്കിൻ യുകെയിലെത്തിയത്. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ അടച്ച ഫീസ് തിരികെ ലഭിക്കാനുള്ള സാഹചര്യമല്ല നിലവിലുള്ളത്. കൂടാതെ ജോലി ചെയ്തിരുന്നിടത്ത് കാഷ്വൽ ആയതിനാൽ തൊഴിലുടമകളിൽ നിന്നുള്ള സഹായവും ലഭിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ചികിത്സയ്ക്കും കടബാധ്യതകൾ തീർക്കാനും നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ റാങ്കിനായി സഹായ അഭ്യർത്ഥന നടത്തുകയാണ്. യുവാവിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും കൈത്താങ്ങാകണമെന്നാണ് അഭ്യർത്ഥന. യുകെയിൽ നിന്നുള്ളവർ സംഭാവന നൽകുമ്പോൾ ഗിഫ്റ്റ് എയ്ഡ് സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നും സംഘാടകർ അറിയിച്ചു. ഓരോ പൗണ്ടിനും UK സർക്കാർ 25 പെൻസ് അധികമായി നൽകുന്നതിനാൽ സഹായം കൂടുതൽ ഫലപ്രദമാകുമെന്ന് അവർ വ്യക്തമാക്കി. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ പോലുള്ള രജിസ്റ്റേർഡ് ചാരിറ്റികൾക്ക് മാത്രമാണ് ഗിഫ്റ്റ് എയ്ഡ് ക്ലെയിം ചെയ്യാൻ സൗകര്യമുള്ളത്. കൂടാതെ ചാരിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയും സഹായം നൽകാവുന്നതാണ്. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ പിന്നിട്ട ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് യുകെയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യുകെയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിൽ മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. റോച്ച് ഡയൽ സ്പ്രിംഗ്ഫീൽഡ് പാർക്കിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മുഫ്തി സെയ്ദ് നേതൃത്വം നൽകി. മാഞ്ചസ്റ്ററിലെ ബ്ലാക്ക്ഫീൽഡ് പാർക്കിൽ നടന്ന നിസ്കാരത്തിന് ഷെയ്ഖ് മുഹമ്മദ് അലിയും നേതൃത്വം നൽകി. ക്രോയ്ഡോൺ മലയാളി മുരളീധരൻ നായർ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ഉറക്കത്തിലുണ്ടായിരുന്ന ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ജോലിക്ക് പോകാനായി വിളിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തിനെ കണ്ടെത്തിയത്. വർക്കല സ്വദേശിയായ മുരളീധരൻ നായർ കഴിഞ്ഞ 35 വർഷമായി യുകെയിൽ സ്ഥിരതാമസക്കാരനാണ്. മിച്ചത്തുള്ള പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ ദീർഘകാലമായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. മൃതദേഹം നിലവിൽ ക്രോയ്ഡോണിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾ പിന്നീട് നടക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.